പണ്ടൊരു പഴമൊഴിയുണ്ട്, തിരുവനന്തപുരം ജില്ല ആര് പിടിക്കും അവരാണ് കേരളം പിടിക്കാൻ പോകുന്നത്. തലസ്ഥാന ജില്ല പിടിച്ചാൽ കേരളം പിടിക്കുമെന്നാണ്. അങ്ങനെയാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തലസ്ഥാന ജില്ലയിൽ ഒരു ബാലൻസിങ് വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് UDF LDF മാറി മാറി വരും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ 14 സീറ്റിൽ 13 സീറ്റും പിടിച്ചത് LDF ആണ്. വിൻസെന്റ് ഒഴിച്ച്, കോവളത്തെ വിൻസെന്റ് ഒഴിച്ച് ബാക്കി എല്ലാ LDF പിടിച്ചു. സംസ്ഥാനത്ത് LDF വലിയ ഭൂരിപക്ഷത്തിൽ വന്നു. കാരണം മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം മലബാർ മേഖലയിൽ ഒരു നിശ്ചിത ഇടപാടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഏരിയയിൽ മുസ്ലിം ലീഗ് ജയിക്കുക, 1-2 സീറ്റിൽ വ്യത്യസ്തം വരും. കേരള കോൺഗ്രസിന്റെ ഏരിയയിൽ കേരള കോൺഗ്രസ് ജയിക്കുക, CPM-ന്റെ ഏരിയയിൽ CPM ജയിക്കുക, കോൺഗ്രസിന്റെ ബെൽറ്റിൽ കോൺഗ്രസ് ജയിക്കുക. മധ്യ തിരുവിതാംകൂറും ഒക്കെ അങ്ങനെ തന്നെയാണ്, മധ്യ കേരളമൊക്കെ അങ്ങനെ തന്നെയാണ്. തെക്കൻ കേരളത്തിൽ വരുമ്പോഴാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ വരുമ്പോൾ, ആലപ്പുഴ കൂടുതലും LDF ആണ്. പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളാണ് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത്. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ 85 മുതൽ 100 സീറ്റ് വരെ കിട്ടുമെന്ന് UDF പറയുകയാണെങ്കിൽ, ഇപ്പൊ CP റാഷിദ് എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള പ്രവചനം നടത്തുന്ന ആൾ പറഞ്ഞിട്ടുണ്ട് 91 മുതൽ 112 സീറ്റ് വരെ പറയുന്നു. അതിനകത്ത് അദ്ദേഹം കുറെ കണ്ടീഷൻസ് വെച്ച് പറയുന്നു. തോട്ടക്കാട് ഗോപാലകൃഷ്ണൻ നായർ ഇങ്ങനെ പല ചാനലുകളിലും നമ്മുടെ ചാനലിലും ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് 85 മുതൽ 100 സീറ്റ് 90 സീറ്റ് വരെ കിട്ടുമെന്നൊക്കെ. അപ്പൊ 85-ന് മുകളിലോട്ട് എല്ലാവരും പറയുന്നുവെങ്കിൽ തിരുവനന്തപുരം മണ്ഡല ജില്ലയിൽ വരാവുന്ന അട്ടിമറി ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നടക്കാവുന്ന പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ്? മുസ്ലിം കൺസോൾട്ടേഷൻ നന്നായി നടക്കുകയും CPM-നകത്തുള്ള ഗ്രൂപ്പ് തർക്കവും ആഭ്യന്തര കലാപവും ഒക്കെ നന്നായി മാറി വരികയും ഒക്കെ ചെയ്താൽ വാവനപുരത്ത് TK മുരളി അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയും, സുധീർ ഷാ ജയിക്കുവാനുള്ള വർഷങ്ങൾക്ക് ശേഷം ഒരു വാസുദേവൻ പിള്ളയോ മറ്റോ ജയിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് 80-കൾ മുതൽ ഇങ്ങോട്ട് 10-40 വർഷമായി കോലിക്കുടി കൃഷ്ണനായരും പെരപ്പോട് മുരളിയും അരുന്ധതിയും TK മുരളിയും തുടങ്ങിയ വലിയൊരു CPM-ന്റെ പരമ്പരാഗതമായ കോട്ട. അവിടെ ഇപ്പോൾ പഞ്ചായത്തുകളുടെ എണ്ണം എടുത്താൽ UDF ആണ് കൂടുതൽ നിൽക്കുന്നത്. മെമ്പർമാരുടെ എണ്ണം എടുത്താൽ നെല്ലാട് പഞ്ചായത്ത് UDF-ന് പോയി LDF-ന് കിട്ടിയെങ്കിലും അല്ലാതെ വാമനപുരം, കല്ലറ, പാങ്ങോട്, നന്ദിയോടെന്നൊക്കെ പറയുന്ന വിവിധ പഞ്ചായത്തുകളൊക്കെ കണക്കാക്കിയാലും പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം എടുത്താലും ഏറ്റവും കൂടുതൽ UDF-നാണുള്ളത്. അതുകൊണ്ട് സുധീർ ഷാ പാലോട് ക്രിസ്ത്യൻ മുസ്ലിം കൺസോളിഡേഷനിൽ കയറിക്കൊണ്ട് പിന്നെ കുറച്ച് ഈഴവ വോട്ടും കൂടി പിടിച്ചുകൊണ്ട് കൃത്യമായി സുധീർ ഷാ പാലോട് അട്ടിമറിച്ചാൽ അത്ഭുതമില്ല. രണ്ടാമത് അടുത്ത നടക്കുന്നത് ഈ ഇലക്ഷന്റെ മാനേജർ എന്നുള്ള നിലയിൽ, ഇലക്ഷൻ മാസ്റ്റർ എന്നുള്ള നിലയിൽ എല്ലാ തന്ത്രങ്ങളും അറിയാമെന്നുള്ള, എല്ലാ ജാതി മതക്കാരെയും ഒരേ സമയം കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുള്ള അരുവിക്കരയിലെ VS ശിവകുമാർ ജയിച്ചാൽ അത്ഭുതമില്ല. അതുപോലെ തന്നെ MR ബൈജു എന്ന് പറയുന്നത് പിന്നെ കാട്ടാക്കടയിൽ മത്സരിക്കുന്ന IB സതീഷ് 2 പ്രാവശ്യം MLA ആണ്. അവിടെ ശക്തൻ നേരത്തെ MLA ആയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJP-ക്ക് വലിയ വോട്ടുണ്ടാക്കാൻ കഴിഞ്ഞു. PK കൃഷ്ണദാസ് വലിയ വോട്ട് പിടിക്കും. അവിടെ നാടാർ കമ്മ്യൂണിറ്റിയിൽ ഒരു കൺസോളിഡേഷൻ നടന്നാൽ, നായർ കമ്മ്യൂണിറ്റിക്കകത്തുള്ള കൺസോളിഡേഷൻ നടക്കാതെ നായർ കമ്മ്യൂണിറ്റി കൃഷ്ണദാസിനും, ഈഴവ നായർ കമ്മ്യൂണിറ്റികൾ കൃഷ്ണദാസിനും IB സതീഷിനും ആയിട്ടൊക്കെ മാറി അതിലെ കോൺഗ്രസ് വോട്ട് ബൈജുവിന് വരികയും ചെയ്ത് ബൈജുവിൻ്റെ നാടാർ വോട്ട് കൃത്യമായി ബൈജുവിന് കൺസോളിഡേറ്റ് ചെയ്യപ്പെടാൻ കഴിഞ്ഞാൽ MR ബൈജു IB സതീഷിനെ അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നു. IB സതീഷ് ആദ്യം ജയിച്ചത് ചെറിയ വോട്ടിനാണ് ആദ്യം ജയിച്ചത്, പിന്നെയാണ് കുറച്ച് അവിടെ ജനകീയനൊക്കെ ആയി കുറേ വോട്ടൊക്കെ പിടിച്ചത്. പക്ഷേ IB സതീഷിൻ്റെ മണ്ഡലവും ഒരു അട്ടിമറിയിലേക്ക് നീങ്ങുകയാണ്. പിന്നെ അട്ടിമറി നടക്കാനുള്ള വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ശക്തൻ. കാരണം ശക്തൻ്റെ പേര് പോലെ തന്നെ ആള് വളരെ ശക്തനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അട്ടിമറി നടന്നാലും അത്ഭുതമില്ല. നിയമം BJP വരുമെന്നൊരു സാധ്യത പറയുന്നു. വട്ടിയൂർക്കാവ് 50-50 പറയുന്നു. കഴക്കൂട്ടം മുരളീധരന് വേണ്ടി പറയുന്നു. കരമന ജയൻ മത്സരിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ CP ജോണിന് പറയുന്നു. അതൊന്നും അട്ടിമറിയല്ല, അതെല്ലാം പരമ്പരാഗതമായി ജയിച്ചു വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള. അതേസമയം കൃത്യമായിട്ടുള്ള അട്ടിമറികൾ നടക്കാൻ സാധ്യതയുള്ള 3-4 മണ്ഡലങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ വിൻസെന്റിനെതിരെ ശക്തമായ മത്സരമാണ് ഫഹദ് റൂഫസ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോഴും ആർക്കാണ് എഡ്ജ് എന്നറിയില്ല. ഫഹദിന് എഡ്ജ് ഉണ്ടെന്ന് പറയുമ്പോഴും വിൻസെന്റും മോശമല്ലാത്തൊരു കാൻഡിഡേറ്റ് ആണ്. തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചാൽ ഒരുപക്ഷെ മന്ത്രിസഭ വന്നാൽ ശക്തൻ തോറ്റുപോക വന്നാൽ വിൻസെന്റിന് ഒരു സാധ്യതയുണ്ട്. ഇനി ശക്തനും വിൻസെന്റും കൂടെ വന്നാലും വിൻസെന്റിന്റെ സാധ്യത കളയാനാകില്ല. സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ മന്ത്രിയൊക്കെ ആകാനുള്ള ഒരു സാധ്യത നമുക്ക് കളയാനും പറ്റില്ല. ജയിച്ചാൽ UDF വരികയും വിൻസെന്റ് ജയിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഹയർ പൊസിഷൻ കിട്ടാനുള്ള
എല്ലാ സാധ്യതയുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം ജില്ലയുടെ പിന്നെ അതുപോലെ വർക്കല അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. വർക്കല കഹാർ അട്ടിമറിച്ചാൽ അത്ഭുതമില്ല. ആറ്റിങ്ങൽ BJP കുറിച്ച് ഒരു നല്ല പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. KP സുധീർ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പിന്നെ റിസർവേഷൻ മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ സുധീർ 2ാം സ്ഥാനത്ത് വന്നു. ഇപ്പോൾ BJPയുടെ 9 ലിസ്റ്റിൽ 9 സ്ഥാനങ്ങളുടെ 10 സ്ഥാനങ്ങൾ പറയുന്നതിൽ അവർ ആറ്റിങ്ങലും എഴുതിയിട്ടുണ്ട്. 2 എണ്ണം ഉറപ്പും 8 എണ്ണം കടുത്ത മത്സരം പറയുന്നതിൽ ആറ്റിങ്ങലും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങലിൽ അത്ഭുതം സംഭവിക്കുമോ? കാരണം കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJP വലിയ വോട്ട് പിടിച്ചു. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2ാം സ്ഥാനത്തെത്തി. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും? ഞാൻ തിരുവനന്തപുരം ജില്ലയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിറയൻകീഴ് സ്വാഭാവികമായിട്ട് രമ്യ ഹരിദാസ് തോറ്റു പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാര്യം അത് LDFന്റെ പരമ്പരാഗത മണ്ഡലമാണ്. മനോജ് പുതിയമന എന്ന് പറയുന്ന അദ്ദേഹം ഇടമന എന്ന് പറയുന്ന അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. അത് CPIയുടെ നല്ലൊരു നേതാവാണ്. അതുപോലെ തന്നെ നമ്മുടെ GR അനിൽ ജയിക്കാനാണ് സാധ്യതയുള്ളത്. മീനാങ്കൽ കുമാർ അത്ര ആപ്റ്റ് കാൻഡിഡേറ്റ് ഒന്നുമല്ല, ജയിക്കാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ ഗോകുൽ രാജും അവിടെ വലിയ വോട്ടൊന്നും പിടിക്കാൻ സാധ്യതയില്ല. കാരണം അതൊരു CPIയുടെ പരമ്പരാഗത മണ്ഡലമാണ്. അതേസമയം ഞാൻ ഈ പറഞ്ഞ 3-4 മണ്ഡലം ബാബനപുരത്തായിരിക്കും വലിയ അട്ടിമറി നടക്കുന്നത്. ശിവകുമാർ അരുവിക്കരയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. ശക്തൻ നെയ്യാറ്റിങ്കരയിൽ അത്ഭുതം സൃഷ്ടിക്കാം. കാട്ടാക്കടയിൽ IB സതീഷ് തോറ്റുപോകാനും MR ബൈജു ജയിക്കാനുമുള്ള സാധ്യതകൾ വലിയ രൂപത്തിൽ വിലയിരുത്തപ്പെടുന്നു. അതുപോലെ തന്നെ പിന്നെ കോവളത്തെ കാര്യവും ഞാൻ സൂചിപ്പിച്ചു. ഇങ്ങനെ ഒരു 4-5 മണ്ഡലം ഇതെല്ലാം UDFന് വരികയാണെങ്കിലാണല്ലോ. UDFന് 85 മുതൽ 100 സീറ്റ് വരെ കിട്ടുമെന്ന് എല്ലാവരും ഇങ്ങനെ പ്രവചിച്ചാൽ സീറ്റ് കിട്ടണമല്ലോ. ഈ മുഴുവൻ സീറ്റ് മലപ്പുറത്തുനിന്ന് കിട്ടാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ കോട്ടയത്തുനിന്നോ കോഴിക്കോടുനിന്നോ കിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായും തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊരു 3-4 സീറ്റെങ്കിലും ഇപ്രാവശ്യം കോൺഗ്രസിന് കിട്ടേണ്ടതുണ്ട്. 2-3 സീറ്റ് 1-2 സീറ്റെങ്കിലും BJPക്കും പോവും. ഇത് രണ്ടും കഴിഞ്ഞാൽ CPMന്റെ നില വളരെ പരിതാപകരമായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ.